അല്ലേ? മൊത്തം ഒരു സെറ്റപ്പ് ആണല്ലോ ഇവിടെ, കാട് അങ്ങനെ ഇതൊക്കെ. പാർക്ക് ആക്കണം. 50 rupees സംതിങ് ചോദിക്കും. ഞാൻ 50 അവിടെ കണ്ടത്. ഇത് കൂടുതലാണല്ലോ, ബസ് 250 വാങ്ങി. ഇവിടെ പറഞ്ഞു ഇവിടെ എവിടെ വേണം ഈ പാർക്കിംഗ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് പോണ്ടിച്ചേരി ആരോവിലാണ്. അതായത് ശാന്തസുന്ദരമായ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാമമാണ്. നിങ്ങൾ ആരോവിലെന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഞങ്ങൾ ജസ്റ്റ് വന്നേ ഉള്ളൂ. ഞാനുണ്ട്, എൻ്റെ പ്രിയ പത്നിയുണ്ട്, പിന്നെ അനിയൻ മോനും ഉണ്ട്. Arabindo became an anthologist. I mean, his mother became an anthologist. The meditation starting place. Stylized lotus pond in white marble lies directly below the matrimony. Around it rise the 12 petals in red sandstone. Free yatra. അപ്പോൾ ഉണ്ട പോലത്തെ സാധനത്തിനകത്തൊന്നും കയറാൻ പറ്റില്ലല്ലേ? ബോൾ പോലത്തെ അത് പുറത്തുനിന്ന് കാണാം.
అన్విక ఇక్కడ చూడు, ఇదేది కెమెరా అన్న. కిందికి వస్తాం ఇప్పుడు కిందికి పోవాలి మనం. సోడియం ఆల్జినేట్ తోటి తయారవుతుంది. రగ్బీ వాటర్ మిర్చి జ్యూస్ని ఫస్ట్ అమోనియం హైడ్రాక్సైడ్ ഇവിടെ ഇറക്കുമ്പോഴത് పొద్దున తొలగొద్దు టీ కావాలరా అది స్ట్రెస్ ఉన్నప్పుడు తాగాలి. ഇതിന് സംബന്ധിച്ച് ഉണ്ടാകും, ജ്യൂസ് ഉണ്ടാകും അല്ലേ? ഇറങ്ങുന്നുണ്ടല്ലോ, ഈ ഇറങ്ങുന്ന ഇറങ്ങിയിരുന്ന പേരാ ഷിദു. ലെഫ്റ്റ് ഗോൾഡൻ ഉണ്ടെങ്കിൽ പോട്ടെ. വണ്ടി അങ്ങോട്ടേ കൂടി ഇങ്ങനെയായിരുന്നു കേട്ടോ.
ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ആരോവിൽ കാണാൻ വേണ്ടിയാണ്. അത് പല പേരിലറിയപ്പെടും. ശരിക്കും ഔറ എന്നുള്ള വാക്കിനാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ ബാക്കിയുള്ളത് വില്ലേജ് എന്ന അർത്ഥത്തിൽ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഇത് രണ്ടും കൂടി ചേർത്താണ് ഈ വാക്കുണ്ടായിരിക്കുന്നത്. നിങ്ങൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യുക, ഇതിൻ്റെ ചരിത്രങ്ങളുണ്ട്. ഏകദേശം 1968 ഇതിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ചരിത്രം വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ ഗൂഗിളിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണാം. അതുമാത്രമല്ല, പോണ്ടിച്ചേരിയിൽ വരുന്ന ആൾക്കാർ കാണേണ്ട ഏറ്റവും പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ്. മെഡിറ്റേഷൻ സെൻ്ററാണ് അങ്ങകലേക്കാണ്. നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ കയറാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു 25 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യൂസ് ഉൾപ്പെടെ കാണാം. അതിനുശേഷം നേരെ അകത്തേക്ക് കയറി വരിക. അതിന് 150 രൂപയാണ് കാറിൻ്റെ പാർക്കിംഗ് ഫീസ് വരുന്നത്. കയറി ഇറങ്ങി നടക്കാൻ മൊത്തം കാടാണ്. ഒരു 3-4 കിലോമീറ്റർ ഉള്ളിലാണ് നമുക്ക് നടക്കേണ്ടത്. പക്ഷെ ഭയങ്കര രസമാണ്. പക്ഷേ അല്ല, വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിരാവിലെ തന്നെ വരണം. അതിരാവിലെ വന്നാൽ ആ ഒരു ചൂടിനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടുള്ളൂ. കാരണം ചില ഭാഗങ്ങളിൽ വൃക്ഷങ്ങളില്ലാത്ത കാരണം നമുക്ക് ആ ചൂട് ശരിക്കും ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പരമാവധി രാവിലെ വരിക, അല്ലെങ്കിൽ ഈവനിങ് സമയത്ത് വരിക എല്ലാവരും. Yeah, reverse side it will be. നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ വന്നിരിക്കുന്നത് പുറത്തേക്കുള്ള വഴിയിലാണ്. ഇത് ശരിക്കും പഴയ ഒരു ആലാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേരെന്താണെന്നുള്ളത് വ്യക്തമല്ല. എന്നാലും നമ്മുടെ കാഴ്ചകളിൽ കണ്ടത് എത്ര രസമാണ് ഇത് കാണാനായിട്ട്. ഈ വേരുകൾ, ഈ വേര് നേരെ ഭൂമിയിലേക്ക് ഇറങ്ങി അത് ഒരു വൃക്ഷത്തെ നയിപ്പിക്കുന്ന പോലത്തെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുള്ളതാണ്. വർഷം എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വേരാണ് ഈ കാണുന്നത്. അതൊരു തടിതിരിഞ്ഞ വൃക്ഷത്തെ പോലെയാണ് നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും കാണുന്ന ഈ കാഴ്ചകൾ ഭയങ്കര ഒരു തണുപ്പുണ്ട്. കാരണം ഇടയ്ക്ക് വെയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ആ വെയിലത്തുനിന്ന് വരുമ്പോൾ ഭയങ്കര മനസ്സിനൊക്കെ ഭയങ്കര കുളിർമയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളിതൊക്കെ ആസ്വദിക്കണം. ഓക്കെ, പട്ടണത്തിന്റെ ഒരു പാട്ട് സീസൺ പട്ടണത്തെ ഇൻട്രോ പറയുന്ന പോലെ. നമ്മൾ പുറത്തേക്കുള്ള വഴിയിലാണ്. നടന്ന് വേണം തിരിച്ച് 3-3 കിലോമീറ്റർ പോകാനായിട്ട്. എന്തായാലും ഇനി നല്ല വെയിലുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂട്ടത്തിൽ പുറകെ പോന്നു കഴിഞ്ഞാൽ നേരെ പുറത്തെത്താം. ഇനി എന്ന് വരുമെന്ന് അറിയത്തില്ല, പക്ഷെ ഇനിയും വരും. എന്തായാലും വരുമ്പോൾ അതിരാവിലെ വരണം. അതിരാവിലെ വന്നാലേ ആ കാലാവസ്ഥ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒരു പ്രിയതമാണ്. മജീഷ് മുതുകാടിൻ്റെ ഒരു സ്വന്തം ഇതുണ്ട്, ക്യാമ്പസ് ഉണ്ട്.